അല്ല, താങ്കളുടെ ചോദ്യത്തിൽ കുറച്ച് 2-3 തവണയായിട്ടൊരു ദുരുദ്ദേശം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് സുഗന്ധം പരത്തുന്നതിനെ കുറിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ പാനലിസ്റ്റുകൾ മറന്നുപോയാലും മീഡിയ വണ്ണിന്റെ ആങ്കർ എന്ന നിലയിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി, സതുദ്ദേശത്തോടു കൂടി ആവാം. പക്ഷേ ഞാൻ എന്തായാലും ഒരു അഭിപ്രായം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മീഡിയ വണ്ണിന്റെ കൊല്ലത്തെ റിപ്പോർട്ടറുണ്ട് ലിജു. നാളെ ലിജോ ഫ്രീ ആണെങ്കിൽ ഞാൻ കൂടെ വരാം. അപ്പൊ ഞങ്ങളിപ്പം വോട്ട് ചോദിക്കാൻ വീടുകളിലൊക്കെ കയറേണ്ട സമയമാണ്. എന്നാലും കുറച്ച് സമയം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നത് കൊണ്ട് കൂടെ വരാം. പ്രതിപക്ഷ പാർട്ടികളിൽ ആർക്കെങ്കിലും കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും വരാം. കുരീപ്പുഴ പഴയ ചണ്ടി ഡിപ്പോ നിന്ന സ്ഥലം എന്തുമാത്രം സമരമാണ് ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത്. അവിടെ ഒരു സംശയവും വേണ്ട, അവിടെ പൂങ്കാവനമാക്കി ഇപ്പോൾ ഇതാ അവിടെ IT പാർക്ക് വരാൻ പോകുന്നു. അതൊരു ഐതിഹാസികമായ മാറ്റമാണ്. ഞാൻ പറയട്ടെ, എത്ര വർഷമായി അവിടെ കുന്നുകൂടി കിടന്നിരുന്ന വേസ്റ്റ്, അത് ഈ പറയപ്പെടുന്ന 25 കൊല്ലോ 30 കൊല്ലോ അല്ല, 19 കൊല്ലമായി അവിടെ കൂടിക്കിടന്ന വേസ്റ്റിനെ മുഴുവൻ ബയോമൈനിങ്ങിലൂടെ എടുത്ത് അത് മുഴുവൻ നീക്കം ചെയ്ത് അവിടെ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഞങ്ങളുടെ ധനകാര്യമന്ത്രി കൊല്ലംകാരനാണല്ലോ ബാലോപാൽ സഖാവ് എപ്പോഴും പറയുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങാനുള്ള സാമൂഹിക പരിസരം കിട്ടുന്ന വിധത്തിലേക്ക് ആ പ്രദേശത്തെ സുന്ദരമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.